ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. ബാങ്കുകളുടെ ബാങ്കായിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റൻ്റ് പോസ്റ്റായിട്ട് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. 650 പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ പ്രിലിമിനറി എക്സാം ഉണ്ട്, അത് കഴിഞ്ഞ് സെലക്ട് ആയവർക്ക് മെയിൻ എക്സാം ഉണ്ട്, അത് കഴിഞ്ഞ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും കൂടിയുണ്ട്. അപ്പം അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ഫസ്റ്റ് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 16, 2026 ഓൺലൈൻ പേയ്മെൻറ്റും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ സബ്മിഷനും ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മാർച്ച് 8 മാർച്ച് 8, 2026 വരുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കാനുള്ള ചാൻസ് ഉള്ള ഡേറ്റ് ഏപ്രിൽ 11 അതുപോലെ മെയിൻ എക്സാമിനേഷൻ നടക്കാനുള്ളത് ജൂൺ 7 എന്നും കൂടി ഇവിടെ നമ്മുടെ ഡേറ്റ്സ് സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് വേക്കൻസി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും സ്റ്റേറ്റ്സുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. അപ്പം മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത്. 249 വേക്കൻസീസാണ് വരുന്നത്. ബാക്കി നമ്മുടെ സ്റ്റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 6 വേക്കൻസിയാണ് ടോട്ടൽ വരുന്നത്. ഒരു റിസർവേഷൻ സീറ്റാണുള്ളത്, അതും OBCക്കാണുള്ളത്. പിന്നെ 5 ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ UR ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ജനറൽ കാറ്റഗറിക്കാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 6 വേക്കൻസിയാണ്. ഏറ്റവും കൂടുതലുള്ളത് മുംബൈയിലാണ്. അപ്പോൾ മുംബൈയിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. പ്രത്യേകം ആ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും ലാസ്റ്റ്. അപ്പോൾ ചെന്നൈയിൽ 53 വേക്കൻസി, അങ്ങനെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടലായിട്ട് വരുന്നത് 650 വേക്കൻസിയാണ് വരുന്നത്. എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, അതുപോലെ തന്നെ സബ്ജക്റ്റ് ഓഫ് നേപ്പാൾ ആയിരിക്കണം, സബ്ജക്റ്റ് ഓഫ് ഭൂട്ടാൻ ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ വരികയാണെങ്കിൽ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മിനിമം 20 വയസ്സും മാക്സിമം 28 വയസ്സുള്ളവരേക്കാണ് ഇവിടെ അപേക്ഷിക്കാൻ പറ്റുക. 1/2/2026 ബേസിസിലാണ് നമ്മൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ SC/ST കാൻഡിഡേറ്റിന് ആണെങ്കിൽ 5 ഇയേഴ്സിൻ്റെ റിലാക്സേഷൻ ഉണ്ട് ഏജ്. അതുപോലെ ബാക്ക്വേർഡ് ക്ലാസ്സസിനാണെങ്കിൽ 3 ഇയേഴ്സും, PWBDക്കാണ് 10 ഇയേഴ്സ്, ജനറൽ EWSനും 13 ഇയേഴ്സ്, OBCക്കും 15 ഇയേഴ്സ് SC/STക്കും. എക്സ് സർവീസ് മാൻ ആണെങ്കിൽ 50 വയസ്സ് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വിഡോസ് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വുമൺ, റീമാരേജ് ചെയ്യാത്തവർക്ക് 35 ഇയേഴ്സ് വരെയാണ് ജനറൽ. SC/ST ആണെങ്കിൽ 14 ഇയേഴ്സ് ആണ് വരുന്നത്. കാൻഡിഡേറ്റ് ഹാവിങ് എക്സ്പീരിയൻസ് ഇൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ 3 ഇയേഴ്സ് ആണ് അവരുടെ ഏജ് റിലാക്സേഷൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 1/2/2026 അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്ലൈക്ക് ബാച്ചുലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ മിനിമം 50% മാർക്ക് അതിൽ വേണം. അതുപോലെ തന്നെ നമുക്കൊരു വേർഡ് പ്രോസസ്സിങ്ങിൽ ഒരു നോളജ് വേണം, അതായത് ബേസിക് കമ്പ്യൂട്ടർ നോളജ് റിക്വയർഡ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് അപ്ലൈയിങ് ഫോർ ദ പോസ്റ്റ് ഇൻ പെർട്ടിക്കുലർ റിക്രൂട്ടിംഗ് ഓഫീസ് ഷുഡ് ബി പ്രൊഫിഷ്യൻറ്റ് ഇൻ ദ ലാംഗ്വേജ്, നോട്ട് ടു റീഡ്, റൈറ്റ്, സ്പീക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ദി സ്റ്റേറ്റ്, എനി ഓഫ് ദി സ്റ്റേറ്റ് ഫാളിംഗ് അണ്ടർ ദ റിക്രൂട്ടിംഗ് ഓഫീസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സ്റ്റേറ്റിൻ്റെ ലാംഗ്വേജ് നമുക്ക് എഴുതാനും വായിക്കാനും പറയാനും അറിഞ്ഞിരിക്കണം എന്നിവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. സ്കീംസ് ഓഫ് സെലക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻസിന് വരുന്നത് ഇംഗ്ലീഷും ന്യൂമെറിക്കൽ എബിലിറ്റിയും റീസണിങ് എബിലിറ്റിയും ആണ്. ടോട്ടൽ 100 മാർക്കാണ് വരുന്നത്. ഇംഗ്ലീഷിന് 30, ന്യൂമെറിക്കലിന് 35, റീസണിങ് 35. മാക്സിമം മാർക്കുകൾ 30, 35, 35 ആണ്. അപ്പോൾ 100ലാണ് മാർക്ക് വരുന്നത്. 60 മിനിറ്റാണ് ഇതിന് ടൈം കൊടുത്തിട്ടുള്ളത്. ഓരോ സെക്ഷനും 20 മിനിറ്റ് വീതമാണ് ടൈം വന്നിട്ടുള്ളത്. മെയിൻ എക്സാമിനേഷൻ വരുമ്പോൾ എക്സ്ട്രാ 2 സബ്ജക്റ്റും കൂടി വരുന്നുണ്ട്. ജനറൽ അവെയർനെസ്സും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജും ആണ് വരുന്നത്. എല്ലാ വിഷയത്തിലും ക്വസ്റ്റ്യൻസ് 40 ആണ്. അതുപോലെ തന്നെ മാക്സിമം മാർക്കും 40 തന്നെയാണ് വരുന്നത്. ടൈമിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. 3 സബ്ജക്റ്റിന് റീസണിങ്ങിനും ഇംഗ്ലീഷിനും ന്യൂമറിക്കൽ എബിലിറ്റിക്കും 30 മിനിറ്റ്സ് ആണെങ്കിൽ ജനറൽ അവയർനെസ്സിന് 25ഉം കമ്പ്യൂട്ടർ നോളജിന് 20ഉം, അങ്ങനെ ടോട്ടൽ 135 മിനിറ്റുമാണ്. പിന്നെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ SC/ST അല്ലെങ്കിൽ PWBD എക്സ് സർവീസ് മാനിനൊക്കെ 50 രൂപയും അതുപോലെ തന്നെ 80% GST ആണ് വരുന്നത്. അതുപോലെ ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിന് 450 + 18% GST ആണ്. വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫിന് നില്ലാണ്, അതായത് ഫീസ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പം
വേക്കൻസി നോക്കി വേക്കൻസി ഇപ്പം വരുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ 6 വേക്കൻസിയാണ് വരുന്നത്. അപ്പോൾ ബാങ്കിങ് എക്സാംസൊക്കെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ, അല്ലാത്തവരും ഇപ്പോൾ ബാങ്കിങ് ജോലി ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ലൊരു പൊസിഷനാണ് വരുന്നത്. ബാങ്കുകളുടെ ബാങ്കായിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് നമുക്ക് ഒരു ജോലി കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് എല്ലാവരിലേക്കും എത്തിക്കാനും ശ്രമിക്കുക. അതുപോലെ തന്നെ സ്വയം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനും ശ്രമിക്കുക. ഇതുപോലുള്ള ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ അറിയുവാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.